എവരിഡേ ബ്ലെസ്സിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ദൈവത്തിൻ്റെ ഒരു ശബ്ദം കേൾക്കാം. യു ക്യാൻ ഹിയർ ഗോഡ്സ് വോയിസ് ടുഡേ. നമ്മളിന്ന് മത്തായിയുടെ സുവിശേഷം 4:12 മുതലുള്ള വാക്യങ്ങളാണ് ഇന്ന് ചിന്തയ്ക്ക് ആധാരമായി എടുക്കുന്നത്. തിരുവചനം പറയുന്നു, മത്തായിയുടെ സുവിശേഷം 4:12 മുതൽ, യോഹന്നാൻ തടവിലായി എന്ന് കേട്ടപ്പോൾ അവൻ ഗലീലയിലേക്ക് മടങ്ങിപ്പോയി. എന്തിനാണ് യേശു ഗലീലയിലേക്ക് മടങ്ങിപ്പോയത്? Why did Jesus went back to Galilee? നമുക്ക് അതിന്റെ 14 ഒന്ന് വായിക്കാം. യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകാൻ ഇത് സംഭവിച്ചു. യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകാൻ ഇത് സംഭവിച്ചു. സെബൂലെ ദേശം, നഫ്ലെ ദേശവും കടലിലുള്ള വഴിയും യോർദാനക്കരയും ഉള്ള നാടും ജാതികളുടെ ഗലീലയും. ഇങ്ങനെ ഇരുട്ടിൽ ഇരിക്കുന്ന ജനം ഒരു വലിയ വെളിച്ചം കണ്ടു. മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു. യേശു എന്തിന് ഗലീലിലേക്ക് മടങ്ങിപ്പോയി എന്നതിന്റെ ഉത്തരമാണ്, ഇരുട്ടിൽ ഇരിക്കുന്ന ജനത്തിന്റെ നടുവിൽ അവൻ വസിച്ചു. He went and lived in Galilee where there was darkness. Where there was darkness, where Jesus lived, he made that place light. യേശു അവിടെ ജീവിച്ച സ്ഥലം മുഴുവനും ദൈവിക വെളിച്ചമായി മാറാൻ തുടങ്ങി. ഇരുട്ടിലും മരണത്തിലും അന്ധകാരത്തിലൊക്കെ ഇരുന്ന ജനത്തിന് വെളിച്ചം യേശുവോടെ പകർന്നു. ഇതുപോലെ തന്നെ ആയിരിക്കും ഞാനും നിങ്ങളും താമസിക്കുന്ന ദേശത്ത് ദൈവത്തിന്റെ വെളിച്ചം വീശാൻ തുടങ്ങും. അവിടെ ആ വെളിച്ചം പലർക്കും അനുഗ്രഹമായി മാറും. യേശു അവിടെ പ്രസംഗിക്കാനല്ല പോയത്, യേശു അവിടെ ചെന്ന് താമസിച്ചു. നിങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ദൈവത്തിന്റെ വെളിച്ചം വീശും. എവിടാണോ നിങ്ങളായിരിക്കുന്ന ആ സ്ഥലം ദൈവത്തിന്റെ മഹത്വം കൊണ്ടും ദൈവത്തിന്റെ വെളിച്ചം കൊണ്ടും ദൈവത്തിന്റെ ജീവൻ കൊണ്ടും നിറയും. ഇന്ന് പകൽക്കാലം നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന സ്ഥലം ദൈവത്തിന്റെ വെളിച്ചത്താൽ നിങ്ങളിൽ കൂടെ നിറയപ്പെടട്ടെ എന്ന് ഞാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, പുത്രനായ യേശുവിന്റെ നാമത്തിൽ ഇന്ന് എന്നെ കേട്ടോണ്ടിരിക്കുന്നവർ, കർത്താവിലായിരിക്കുന്നവർ എവിടെ ഇരുന്നാലും അവരിൽ കൂടെ യേശുവിന്റെ വെളിച്ചം ആ ദേശത്ത് പകരട്ടെ. ഇരുട്ടിലിരിക്കുന്ന ജനത്തിന് ദൈവിക വെളിച്ചം പകരുന്നവരായി മാറും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. God bless you. Have a nice day.